ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അലിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ അലിഗേഷൻ കൺസെപ്റ്റ് ഒരുപാട് ചാപ്റ്ററുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിക്സർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, നമുക്കത് അറിയാം. പക്ഷേ അലിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അലിഗേഷൻ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളിന് ശേഷം നമുക്ക് ഈ അലിഗേഷൻ എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 30 കിലോ അരി വാങ്ങി, 30 കിലോ റൈസ് വാങ്ങി. എത്ര രൂപയ്ക്ക്? പെർ കിലോഗ്രാം പ്രൈസ് ഒരു 10 രൂപയാണെന്ന് വിചാരിക്കും, 10 റുപ്പീസ്. 30 കിലോ അരി വാങ്ങി 10 രൂപയ്ക്ക്. എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുണ്ട് എത്ര? 300 രൂപ. 300 രൂപയ്ക്കാണ് ഞാൻ ടോട്ടൽ 30 കിലോ അരി വാങ്ങിച്ചത്. 1 കിലോയ്ക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഞാനൊരു 20 കിലോ അരി വാങ്ങി. 20 കിലോ അരി വാങ്ങി. 1 കിലോഗ്രാം അരിയുടെ പ്രൈസ് 30 രൂപയാണെന്ന് വിചാരിക്കാം, 30 രൂപ. അപ്പോൾ ടോട്ടൽ 600 രൂപ ഇവിടെ ആയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? 300 രൂപ, 600 രൂപ, ടോട്ടൽ 900 രൂപയുടെ അരി വാങ്ങിച്ചിട്ടില്ലേ? 900 രൂപയുടെ അരി വാങ്ങിച്ചിട്ടില്ലേ? 900 റുപ്പീസ്. അപ്പൊ 900 റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് സ്പെൻഡായി. ഞാൻ എന്നിട്ട് ഈ രണ്ടിനെ കൂടെ മിക്സ് ചെയ്യാണ്. ഈ 30 കിലോയെയും 20 കിലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ടോട്ടൽ 50 കിലോ ആക്കി. ടോട്ടൽ 50 കിലോ ആക്കിയിട്ട് ഞാൻ ഇതിനെ സെയിൽ ചെയ്യാണ്. സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രോഫിറ്റും വേണ്ട, ലോസും വേണ്ട. പ്രോഫിറ്റ് വരുന്ന ക്വസ്റ്റ്യൻസും ലോസ് വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് അലിഗേഷൻ വഴി ചെയ്യാം. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റും എടുക്കുന്നില്ല, ലോസും എടുക്കുന്നില്ല. എത്ര കിലോ ഉണ്ട് ടോട്ടൽ? 50 കിലോ ഉണ്ട്. എനിക്ക് ചെലവായ തുക 50 കിലോ ടോട്ടൽ ഉണ്ട്. എനിക്ക് ചെലവായ തുക 900 റുപ്പീസ് ആണ്. സോ 900 ഡിവൈഡഡ് ബൈ 50, 18 റുപ്പീസിന് വിൽക്കണ്ടേ? 1 കിലോഗ്രാം 18 റുപ്പീസിന് വിറ്റാൽ ഞാൻ ചെലവാക്കിയ തുക എനിക്ക് തിരിച്ചു കിട്ടും. ചെലവാക്കിയ തുക തിരിച്ചു കിട്ടും, നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. അപ്പൊ നോക്കാം, ഇതിനകത്തെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഉണ്ട്, അലിഗേഷൻ. അലിഗേഷൻ പഠിച്ചിട്ടുള്ളവർ കാണും, അലിഗേഷനെ പറ്റി അറിയാത്തവർ കാണും. നമുക്ക് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ 30 ഇവിടെ പെർ കിലോഗ്രാം പ്രൈസ് എന്താ? പെർ കിലോഗ്രാം പ്രൈസ് 10 രൂപയാണേ. ഇവിടെ പെർ കിലോഗ്രാം പ്രൈസ് എന്താ? 30 രൂപയാണേ. റിസൾട്ടന്റ് 18 രൂപയാണേ വിറ്റത്. ആദ്യത്തെ 1 കിലോഗ്രാം പ്രൈസ് 10 ആയിരുന്നു, രണ്ടാമത്തത് 30 ആയിരുന്നു, വിറ്റത് 18 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 8 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്ന സമയത്ത് 12 എന്ന് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതേ, ഈ കുറയ്ക്കുന്ന സമയത്ത് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യണ്ട. 10 - 18 -8 എന്നൊന്നും എഴുതണ്ട. നമുക്ക് വാല്യൂ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ 12, 8 ഏത് റേഷ്യോയിലാണ് ഇത് കട്ടാവുന്നേ? 3:2 അല്ലേ? കാര്യം 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:2 റേഷ്യോയിൽ മിക്സ് ആവുന്നുണ്ട്. അപ്പൊ നോക്കേ, 3:2 റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണം. നമുക്ക് ഈ അലിഗേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് ശരിക്കും അലിഗേഷന്റെ ഒരു പിക്ചർ. നമുക്ക് ഇവിടെയും ഈ ഒരു 3 സ്ഥലത്തും എന്ത് ക്വാണ്ടിറ്റി വേണേലും എഴുതാം. പെർ കിലോഗ്രാം പ്രൈസ് വേണേലും എഴുതാം. ചില സമയത്ത് നമ്മൾ നമ്പർ ഓഫ് കോയിൻസ് എഴുതും, ചില സമയത്ത് നമ്മൾ പ്രോഫിറ്റ് എഴുതും, ചില സമയത്ത് ലോസ് എഴുതും, ചില സമയത്ത് ഇത്ര വർക്ക് എഴുതും. അപ്പം നമുക്ക് എന്ത് വേണേലും ഈ ന്യൂമറേറ്റർ സ്ഥലത്ത് എഴുതാം. അതായത് ഈ ഒരു 3 സ്ഥലത്ത് നമുക്ക് ഏതിനെ വേണേലും അലിഗേറ്റ് ചെയ്യാം. ഇതിനെ പറയുന്നത് അലിഗേഷൻ എന്നാണ്. പക്ഷെ അലിഗേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയാവോ? ഈ ഒരു ക്വാണ്ടിറ്റി എന്താണെന്നറിയാവോ? ഇത് റേഷ്യോ ഓഫ് മിക്സിംഗ് ആണ്. എന്താണ്? റേഷ്യോ ഓഫ് മിക്സിംഗ് ആണ്. അത് ഓർത്തിരിക്കുക. എന്ത് ക്വാണ്ടിറ്റിനെ വേണേലും അലിഗേറ്റ് ചെയ്യാം, പക്ഷെ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താണ്? റേഷ്യോ ഓഫ് മിക്സിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു കാര്യം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഞാനൊരു 10 ക്വസ്റ്റ്യൻ അലിഗേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നോക്കേ, ഏത് റേഷ്യോയിലാണ് ഇത് മിക്സ് ആവുന്നത്? 3:2 റേഷ്യോയിലല്ലേ മിക്സ് ആവുന്നത്. ഇവിടെ മിക്സ് ആയിരിക്കുന്നത് 30:20, അതായത് 3:2 റേഷ്യോയിൽ തന്നെയാണല്ലോ. 3:2 റേഷ്യോയിൽ തന്നെയാണ് മിക്സ് ആയിരിക്കുന്നത്. ദിസ് ഈസ് അലിഗേഷൻ കൺസെപ്റ്റ്. ക്ലിയർ ആണോ? നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് ഇത് കുറച്ച് എഴുതുന്നു, ഇതിൽ നിന്ന് ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതുന്നു. 30 - 18 കുറച്ച് 12 ഇവിടെ എഴുതി, 10 - 18 കുറച്ച് 8 ഇവിടെ എഴുതി. അപ്പോൾ അത് നമുക്ക് എന്ത് തരും എന്നറിയാവോ? റേഷ്യോ ഓഫ് മിക്സിംഗ് തരും. നമ്മൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പല ക്വാണ്ടിറ്റീസിനെ അലിഗേറ്റ് ചെയ്യും, പക്ഷെ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഫൈനലി കിട്ടുന്നത് റേഷ്യോ ഓഫ് മിക്സിംഗ് ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കേ, 30 കിലോഗ്രാം ഞാൻ വാങ്ങിച്ചു. പെർ കിലോഗ്രാം പ്രൈസ് 20 രൂപയാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ
രണ്ടാമത്തെ വേറൊരു കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 20 കിലോഗ്രാം വാങ്ങിച്ചു, പെർ കിലോഗ്രാം പ്രൈസ് 40 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒരു 35 അല്ല ഇവിടെ 20 റുപ്പീസ് ആണ്, ഇത് കിലോഗ്രാം ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 32 രൂപയ്ക്ക് എനിക്ക് ഇതിനെ വിൽക്കണമെന്ന് വിചാരിച്ചോ. 20 റുപ്പീസ് ആണ് ഫസ്റ്റ് സെക്ഷൻ്റെത്, സെക്കൻഡ് സെക്ഷൻ്റെത് 40 റുപ്പീസ് ആണ്. ഇത് മിക്സ് ചെയ്തിട്ട് 32 രൂപ എടുക്കണം. അങ്ങനെയാണെങ്കിൽ 20, 40, 32 മൈനസ് ചെയ്ത് 8 വരും, സോറി 12 വരും, ഇവിടെ 8 വരും. കറക്റ്റ് അല്ലേ? ഏത് റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണം? 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. 8:12 2:3. അതായത് ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ 20 കിലോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ 30 കിലോഗ്രാം എടുക്കണം. ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ 2 കിലോഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡിന്റെ 3 എടുക്കണം. മിക്സിങ് ഈ റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. പറയുന്നത് ക്ലിയർ ആണേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 30 കിലോഗ്രാം എടുത്തു വെച്ച് അലിഗേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ഇവിടെ 30 കിലോഗ്രാം ഉണ്ട്, ഇവിടെ 20 കിലോഗ്രാം ഉണ്ട്, ടോട്ടൽ 50 കിലോഗ്രാം ഉണ്ട്, അതെടുത്ത് അലിഗേറ്റ് ചെയ്തുകൂടെ? ആ ക്വാണ്ടിറ്റിയെ നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഷ്യോ ഓഫ് മിക്സിംഗ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതായത് എത്ര വാല്യൂ എത്ര ഉണ്ട്, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എത്ര കോയിൻസ് ഉണ്ട്, ഇതൊന്നും നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യില്ല. ഇതല്ലാത്ത ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ പെർ കിലോഗ്രാം പ്രൈസ് നമ്മൾ യൂസ് ചെയ്തു, ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് യൂസ് ചെയ്യും. സോ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, അലിഗേഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏത് റേഷ്യോയിലാണ് ഇതിനെ മിക്സ് ചെയ്യേണ്ടത്? 2:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞ സമയത്ത് 30 കിലോഗ്രാം അരി വാങ്ങിച്ചു, ഇവിടെ 20 കിലോഗ്രാം അരി വാങ്ങിച്ചു. പക്ഷേ 30:20 മിക്സ് ചെയ്താൽ എനിക്ക് 32 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. 30:20 മിക്സ് ചെയ്താൽ 32 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. 32 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണമെന്ന് അലിഗേഷൻ കൺസെപ്റ്റ് പറയുന്നത്? 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. അതായത് 20 കിലോ ആദ്യത്തെ എടുത്തോ, രണ്ടാമത്തെ 30 കിലോ എടുക്കണമെങ്കിൽ മാത്രമേ മിക്സ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആണോ? ഇനി നോക്കേ, ഒരെണ്ണത്തിന്റെ പെർ കിലോഗ്രാം പ്രൈസ് തന്നിട്ടുണ്ട് 8, രണ്ടാമത്തിന്റെ തന്നിട്ടുണ്ട് 12. ഇത് രണ്ടും കൂടെ ചേർത്ത് എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. 2:2 റേഷ്യോ മിക്സ് ചെയ്യണം, 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ആദ്യത്തെ 1 കിലോ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ 1 കിലോ തന്നെ എടുക്കണം. ആദ്യത്തെ 10 കിലോ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ 10 കിലോ തന്നെ എടുക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? അലിഗേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ എന്ത് വേണേലും എടുത്തിട്ട് അലിഗേറ്റ് ചെയ്യും. ക്വാണ്ടിറ്റി അളവ് എത്രയാണെന്നത് ഒഴികെ, എത്ര അളവാണ് അവിടെ യൂസ് ചെയ്തതെന്ന് ഒഴികെ നമ്മൾ എന്ത് വേണേലും എടുത്ത് അലിഗേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അലിഗേഷൻ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം കാണുന്ന ക്വസ്റ്റ്യനിലെല്ലാം അലിഗേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട. എപ്പോഴാണ് അലിഗേഷൻ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയണം. എപ്പോഴാണ് അലിഗേഷൻ ചെയ്യേണ്ടത്? 2 ക്വാണ്ടിറ്റീസ് മിക്സ് ആവുന്ന സമയത്ത്. 2 ക്വാണ്ടിറ്റീസ് മിക്സ് ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലിഗേഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. പറയുന്നത് ക്ലിയർ ആണ്? അല്ലാത്ത ക്വസ്റ്റ്യനിലൊന്നും എടുത്തു വെച്ചിട്ട് അലിഗേഷൻ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. Average weight of the class is 15 kg and average weight of another class is 30 kg. Find the ratio of students of first class to other class students when the average weight of both the classes is 25 kg. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്ത് നമുക്ക് 3 ക്വാണ്ടിറ്റി അല്ലേ തന്നേക്കുന്നത്? 3 ക്വാണ്ടിറ്റിയാണ് തന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ആവറേജിന്റെയോ നമ്മൾ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ഒന്നും ബേസിക് കൺസെപ്റ്റ് പറയുന്നില്ല. ഇത് ആവറേജ് ഇതാണെന്നും പ്രോഫിറ്റ് ഇതാണെന്നും ലോസ് ഇതാണെന്നും ഒന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ നമ്മൾ ചാപ്റ്റർ വൈസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ അലിഗേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ 15 kg അല്ലേ ഫസ്റ്റിന്റെ ആവറേജ് വെയിറ്റ്, രണ്ടാമത്തെ 30 അല്ലേ, റിസൾട്ടന്റ് 25 കിട്ടിയോ, കുറച്ച് 10 കിട്ടി, ഇവിടെ 5 കിട്ടി. 5:10 റേഷ്യോയിൽ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? അതായത് ആദ്യത്തെ ക്ലാസ്സിൽ 1 സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ 2 സ്റ്റുഡന്റ് ഉണ്ടാവണം. 1:2 ആണ് റേഷ്യോ. പറഞ്ഞത് ക്ലിയർ ആണ്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. നെഗറ്റീവ് നോക്കണ്ടേ? 15 - 25 - 10 ആണ് വരുന്നതെന്ന് നോക്കണ്ട. നമുക്ക് അതിന്റെ മോഡുലസ് വാല്യൂ മാത്രം മതി. ഓക്കെ, ആവറേജ് മാർക്സ് ഒബ്ടൈൻഡ് ബൈ 120 കാൻഡിഡേറ്റ്സ് വാസ് 35. 35 ആണ് ആവറേജ് മാർക്ക്. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട്? 120. നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് അലിഗേറ്റ് ചെയ്തിട്ട് നോക്കേ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. എന്നിട്ട് മാത്രം സൊല്യൂഷൻ കണ്ടാൽ മതി. ആൻസർ കിട്ടിയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളുക. ഓക്കെ, ഇഫ് ദ ആവറേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ്സ് വാസ് 39. 39 എന്താണ്? പാസ്ഡ് കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ പാസ്ഡ് കാൻഡിഡേറ്റ്സ് എഴുതി, 39 ആണ് ആവറേജ്. ഫെയിൽഡ് കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് എഴുതി, 15 ആണ്. റിസൾട്ടന്റ് ആവറേജ് 35 അല്ലേ? 2 പേരുടെയും കൂടെ ആവറേജ് തന്നേക്കുന്നത് 35 അല്ലേ? ഓക്കെ, സബ്സ്ട്രാക്ട് ചെയ്തേ. 4 വരുന്നു, സബ്സ്ട്രാക്ട് ചെയ്തേ, 20 വരുന്നു. 5:1 റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണ്ടേ?
5:1 റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണ്ടേ? ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും 5 എടുത്താൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും 1 എടുക്കണം. അങ്ങനല്ലേ പറയുന്നത്? മൊത്തത്തിൽ 6 എടുക്കണം. മൊത്തത്തിൽ 6 പേര് വേണം. മൊത്തത്തിൽ 6 പേര് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് 5 പേരെ എടുത്തോ, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഒരാളെ എടുത്തോ. മൊത്തത്തിൽ ഇവിടെ 6 പേരല്ലേ നമ്മുടെ കയ്യിൽ ഉള്ളത്. പക്ഷെ ക്വസ്റ്റ്യനിൽ എത്ര പേരാ ഉള്ളത്? 120 പേരല്ലേ? 120 കാൻഡിഡേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 6 പേരുണ്ട്. 6ന്റെ വാല്യൂ 120 എന്നാ തന്നേക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ? പാസ്ഡ് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ടെന്നല്ലേ? പാസ്ഡിന്റെ താഴെ 5 ആണ് വാല്യൂ. പാസ്ഡിന്റെ താഴെ 5 ആണ് വാല്യൂ. സോ 6ന്റെ വാല്യൂ 120 ആണെങ്കിൽ 5ന്റെ വാല്യൂ x എന്ന് ഇടുക. ക്ലിയർ ആണേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 6x is equal to 5 into 120. ഇതും 6ഉം 12 കട്ട് ചെയ്തിട്ട് 20. അപ്പൊ x is equal to 100 എന്ന് വരും. കഴിഞ്ഞില്ലേ? 5ന്റെ വാല്യൂ 100 ആണ്. അല്ല ഇങ്ങനെ ആണെങ്കിലും ചെയ്യാം കേട്ടോ, മൈൻഡിൽ ചെയ്യാം. ഇങ്ങനെ ഒന്നും എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ 6ന്റെ വാല്യൂ 120 ആണ്, 1ന്റെ വാല്യൂ 20 ആണ്. 120 ഡിവൈഡഡ് ബൈ 6, 1ന്റെ വാല്യൂ 20. 1ന്റെ വാല്യൂ 20 ആണെങ്കിൽ 5ന്റെ വാല്യൂ 100. 5ന്റെ വാല്യൂ 100, 1ന്റെ വാല്യൂ 20. കഴിഞ്ഞില്ലേ പരിപാടി? അല്ലെങ്കിൽ നിങ്ങൾ ഈ റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 5/6 into 120 എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ ബേസിക് മെത്തേഡാണ്. 5/6 into ടോട്ടൽ എത്രയാണ്? 120. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് ക്ലിയർ ആണ്. ടോട്ടൽ കാൻഡിഡേറ്റ്സ് തന്നോണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തേ. പാസ്ഡ് കാൻഡിഡേറ്റ്സ് തന്നെങ്കിൽ അതിനനുസരിച്ച് എടുത്തേനെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എ മാൻ ബോട്ട് എ ഹോഴ്സ് ആൻഡ് എ കാരേജ് ഫോർ 3000. ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തേ. He sold the horse at a gain of 20% and carriage at a loss of 10%, thereby gaining 2% on the whole. ക്വസ്റ്റ്യൻ മനസ്സിലായി. 2 ക്വാണ്ടിറ്റീസ് മിക്സ് ചെയ്യാണ്. പിന്നെ എന്തിനെ വേണേ വെച്ച് അലിഗേറ്റ് ചെയ്തു. പക്ഷേ റേഷ്യോ ഓഫ് മിക്സിങ് ഒഴിവാക്കി, അതായത് അളവ്, അതിന്റെ എത്ര അളവുണ്ടെന്നുള്ളത് ഒഴിവാക്കി എന്തിനെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അലിഗേറ്റ് ചെയ്യാം. അപ്പൊ നോക്കേ, സോൾഡ് ദ ഹോഴ്സ് അറ്റ് എ ഗെയിൻ ഓഫ് 20%. ഹോഴ്സിന്റെ ഗെയിൻ നമുക്കറിയാം എന്താണ്? 20%. നമ്മൾ പ്രോഫിറ്റ് വെച്ച് അലിഗേറ്റ് ചെയ്യുന്നു. കാരേജ് അറ്റ് എ ലോസ് ഓഫ് 10, -10 എഴുതണം ലോസിന്. നെഗറ്റീവ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ +10 എന്ന് എഴുതിയുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് പ്രോഫിറ്റും ആണോ ലോസ് ആണോ എന്നുള്ളത് രണ്ടിനും ഒരേ വാല്യൂസ് വരും. അപ്പൊ തെറ്റ് ആൻസർ വരും. സോ ലോസിന് -10 എന്ന് ഇടുക. ദെയർ ബൈ ഗെയിനിങ് 2% ഓൺ ദ ഹോൾ. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ 18 വരുന്നേ. 20 - 2 18. 2 -10. 2 നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേ ഒരു വി ഷേപ്പിൽ അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് ഇങ്ങനെ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എങ്ങനെ എടുത്താലും ആൻസർ കിട്ടും, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്താലും ആൻസർ കിട്ടും. പക്ഷെ ഒരു വി ഷേപ്പിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു രീതി. കാര്യം ചില സമയത്തൊക്കെ നമുക്ക് നെഗറ്റീവ് അവോയ്ഡ് ചെയ്യാനും അങ്ങനെ. പക്ഷെ നമുക്ക് നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. 20 - 2 18 എഴുതി. 2 - -10 എഴുതി. എത്ര വരുന്നു? 12 എന്ന് വരുന്നു. 2 - -10 12 എന്ന് വരുന്നില്ലേ? അപ്പൊ 2:3 ഇതിനെ മിക്സ് ചെയ്യണ്ടേ? 6 വെച്ച് കട്ടായി പോയി. 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? ഹോഴ്സും കാരേജും കൂടെ 3000 വാങ്ങിച്ചേക്കുന്നത്. അപ്പം മൊത്തം ഇവിടെ നമുക്ക് 5. അപ്പൊ ഹോഴ്സ് 2 ആണെങ്കിൽ ഇത് ഹോഴ്സ് ആണ്, ഇത് ഹോഴ്സ് ആണ്, ഇത് കാരേജ് ആണ്. ഹോഴ്സ് 2 ആണെങ്കിൽ കാരേജ് 3 വരുന്നു. മൊത്തത്തിൽ 5. 5ന്റെ വാല്യൂ അല്ലേ 3000 തന്നേക്കുന്നത്? രണ്ടും കൂടെ ഒരുമിച്ചല്ലേ 3000 വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ 1ന്റെ വാല്യൂ 600 എന്ന് വരുന്നു. 3000 ഡിവൈഡഡ് ബൈ 5. റേഷ്യോ ആക്ച്വൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാണ്. 1ന്റെ വാല്യൂ 600 ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് 2ന്റെ വാല്യൂ അല്ലേ? ഹോഴ്സ് അല്ലേ ചോദിക്കുന്നത്? 2ന്റെ വാല്യൂ 1200. 2 × 600 1200. ക്ലിയർ ആണേ? ഒരു പ്രശ്നമില്ല. നോക്കി എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇതിൻ്റെയൊക്കെ നോർമൽ സൊല്യൂഷൻ കാണണം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് 2 ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ എഴുതേണ്ടി വരും. കാൽക്കുലേറ്റീവ് ആണ്. അതൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ അലിഗേഷൻ വെച്ച് നമുക്ക് എക്സാം അടുത്തിരിക്കുകയാണ്, ലാസ്റ്റ് മൊമെന്റ്സ് ആണ്. സോ അലിഗേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എ ബസ് ഏജൻസി ഹാസ് 108 ബസ്സസ്. ഈ സോൾഡ് സം ബസ്സസ് അറ്റ് 9% പ്രോഫിറ്റ്. പ്രോഫിറ്റിന് വിറ്റു. ഓക്കെ, 9% പ്രോഫിറ്റിന് വിറ്റു. റെസ്റ്റ് അറ്റ് 36% പ്രോഫിറ്റിന് വിറ്റു. ദസ് ഈ ഗെയിൻ 17% ഓൺ ഓൾ. മിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു സെക്ഷനും അടുത്ത സെക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ടോട്ടൽ പ്രോഫിറ്റ് 17 എന്നാ പറയുന്നത്. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് 8 വരും. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് 19 വരത്തില്ലേ? 19:8 റേഷ്യോയിലല്ലേ ഇതിനെ മിക്സ് ചെയ്യണ്ടേ? 19:8 റേഷ്യോ. അതായത് ആദ്യത്തെ കേസിൽ 19 ബസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ 8 ബസ് ഉണ്ടാവണം. ടോട്ടൽ 27 ബസ് ഉണ്ടാവണം. കറക്റ്റ് അല്ലേ? 19 തൊട്ട് 27 ബസ് ഉണ്ടാവണം. 27 ബസ് ടോട്ടൽ ഉണ്ടെങ്കിൽ ഈ റേഷ്യോയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 19:8 എന്ന്. പക്ഷെ 27ന്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടില്ലേ? 108. അവരുടെ കയ്യിൽ എത്ര ഉണ്ട്? 108 ബസ് ഉണ്ട്. അങ്ങനെയാണ് 27ന്റെ വാല്യൂ 108 ആണ്. 1ന്റെ വാല്യൂ 4 എന്ന് വരുമോ? 1ന്റെ വാല്യൂ 4 ഇവിടെ എഴുതാം. 108 ഡിവൈഡഡ് ബൈ 27. ഓക്കെ,
ഒന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ 19ന്റെ വാല്യൂ നമ്മുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? 36% പ്രോഫിറ്റിന് വിറ്റത് ഏതാന്ന് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ 36ന്റെ താഴെ 8 8ന്റെ വാല്യൂ 8 × 4 32 ആണ് ആൻസർ. ക്ലിയർ ആണോ? അല്ല 19ന്റെ വാല്യൂ 9% പ്രോഫിറ്റിന് എത്ര വിറ്റു എന്ന് ചോദിച്ചാൽ 19ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 19 × 4 76 എന്ന് ആൻസർ വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 32. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ല? ഓക്കെ, അടുത്ത നമ്മളിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ആവറേജിലെയാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് വേറെ ചാപ്റ്റർ ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ അതുപോലെ തന്നെ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഈ അലിഗേഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. അലിഗേഷൻ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മിക്സ് ക്വസ്റ്റ്യൻ എവിടെ വരുന്നു, രണ്ട് ക്വാണ്ടിറ്റി എവിടെ മിക്സ് ചെയ്യുന്നു, അവിടെ എല്ലാം നമ്മൾ എടുത്തു വെച്ച് എന്ത് ചെയ്യും? അലിഗേഷൻ ചെയ്യും. ഓക്കെ, മാൻ പർച്ചേസ് 2 വാച്ചസ് 560. ഒന്ന് 15% പ്രോഫിറ്റിന് വിറ്റു, അടുത്തത് 10% ലോസിന് വിറ്റു. ഡ്യൂറിങ് ദ ഹോൾ ട്രാൻസാക്ഷൻ ഹി നെയ്തർ ഗെയിൻസ് നോർ ലോസസ്. ഓക്കെ, 15% പ്രോഫിറ്റിന് ആദ്യത്തത്, 10% ലോസിന് രണ്ടാമത്തത്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വിറ്റപ്പോൾ 0 പ്രോഫിറ്റ്. നെയ്തർ ഗെയിൻ നോർ ലോസ് എന്നല്ലേ പറയുന്നത്? 0 പ്രോഫിറ്റ്. 15 - 0 15, 0 - -10 10. 2:3 എന്നല്ലേ ആൻസർ വരുന്നത്? 2:3. 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? രണ്ടും കൂടെ പർച്ചേസ് ചെയ്തത് 560-നല്ലേ? 560 വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ഒന്നുകിൽ 2/5 × 560 ചെയ്യുക, 3/5 × 560 ചെയ്യുക, അതാണ് നിങ്ങളുടെ ആൻസർ. പക്ഷേ ടോട്ടൽ ക്വാണ്ടിറ്റി 5 അല്ലേ? 5ന്റെ വാല്യൂ 560 എന്നല്ലേ തന്നേക്കുന്നത്? ഒന്നിന്റെ വാല്യൂ 560/5 112 എന്ന് വന്നോ? 560/5 112. ഒന്നിന്റെ വാല്യൂ 112 ആണെങ്കിൽ രണ്ടിന്റെ വാല്യൂ 224, മൂന്നിന്റെ വാല്യൂ 336 വരും. 2 × 112, 3 × 112. സോ ആൻസർ 224, 336 വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ല? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. Nigel invested an amount of 12,000, simple interest rate of 10%, അടുത്ത സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 20% per annum. ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് വായിച്ചോണേ, പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാവകാശം വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം സൊല്യൂഷൻ നോക്കുക. ഓക്കെ, 10% ഫസ്റ്റ് വെച്ചു, സെക്കൻഡ് 20% വെച്ചു, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എത്രയും വെച്ചു? 14 വെച്ചു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് അലിഗേഷൻ ആണ്. കാര്യം വീണ്ടും എന്ത് ചെയ്യുന്നു? രണ്ട് ക്വാണ്ടിറ്റീസിനെ മിക്സ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അലിഗേഷൻ യൂസ് ചെയ്യണം. അപ്പൊ നോക്കേ, 10% ആദ്യത്തേന് വെച്ചു, 20% രണ്ടാമത്തേന് വെച്ചു, രണ്ടുകൂടെ മിക്സ് ചെയ്തപ്പോൾ 14. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ ഓൺ ദ ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ടോട്ടൽ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആ കിട്ടുന്നത്? 14% എന്നാണ് പറയുന്നത്. മൈനസ് ചെയ്ത 4, മൈനസ് ചെയ്ത 6, ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? 3:2 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? മൊത്തം 5 അല്ലേ? മൊത്തം 5 ആണ്. ഈ 5ന്റെ വാല്യൂ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 12,000. 5ന്റെ വാല്യൂ 12,000 ആണെങ്കിൽ ഒന്നിന്റെ വാല്യൂ 24, 2,400 എന്ന് വന്നോ? ഒന്നിന്റെ വാല്യൂ 2,400 ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ? ടോട്ടൽ എമൗണ്ട്. ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ എമൗണ്ട് അല്ല തന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും Nigel invested an amount of 12,000 at simple interest rate of 10%. അതായത് ആദ്യത്തെ ക്വാണ്ടിറ്റി ആണ് തന്നിരിക്കുന്നത് 12,000. അപ്പൊ മൂന്നിന്റെ വാല്യൂ 12,000 തന്നേക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, നമ്മളത് ചോദിക്കുന്ന ടോട്ടൽ എമൗണ്ട് ആണ്. മനസ്സിലായോ? അപ്പോൾ മൂന്നിന്റെ വാല്യൂ അല്ലേ 12,000. മൂന്നിന്റെ വാല്യൂ 12,000, ഒന്നിന്റെ വാല്യൂ 4,000 എന്ന് വന്നോ? ഒന്നിന്റെ വാല്യൂ 4,000. നമ്മുടെ അടുത്ത് ഒന്നുകിൽ 5ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. കാര്യം എന്താ? ടോട്ടൽ എമൗണ്ട് 5 അല്ലേ? അല്ലെങ്കിൽ 2ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 2ന്റെ വാല്യൂ 8,000 എന്ന് വരും. ഒന്നിന്റെ വാല്യൂ 4,000 ആണ്, 2ന്റെ വാല്യൂ 8,000. ദാറ്റ് മീൻസ് ആദ്യത്തത് 12,000 ആണ്, രണ്ടാമത്തത് 8,000 ആണ്, ടോട്ടൽ 20,000 ആണ്. 12,000 + 8,000 20,000. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിന്റെ വാല്യൂ കിട്ടി 4,000 എന്ന് 5ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? 5 × 4 20,000 ഡയറക്റ്റ് കിട്ടും. ഓക്കെ, സോ ഡൗട്ട് ഒന്നും ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. അടുത്ത നോക്കേ. ഓക്കെ, 4,000 is divided into 2 parts such that one part invested 3%, അടുത്ത പാർട്ട് 5%. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം ബോത്ത് ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 144. ഫൈൻഡ് ഈച്ച് പാർട്ട്. പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒറ്റ കാര്യമോ മനസ്സിലോട്ട് വരുന്നത്? രണ്ടെണ്ണം മിക്സ് ചെയ്തിരിക്കുക, രണ്ട് ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിരിക്കുക, അലിഗേഷൻ ചെയ്യാം. 3%
3% പ്രോഫിറ്റിന് ആദ്യത്തത് വെച്ചു, രണ്ടാമത്തെ 5% പ്രോഫിറ്റിന് വെച്ചു. റിസൾട്ടന്റ് 144 രൂപയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പെർസെൻറ്റേജും ഇവിടെ പെർസെൻറ്റേജ് ഇട്ടിട്ട് നടുക്ക് റുപ്പീസ് ഇടാൻ പറ്റില്ലല്ലോ. നമുക്ക് നടുക്ക് റുപ്പീസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നടുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? പെർസെൻറ്റേജ് തന്നെ ഇടണം. എങ്ങനെ പെർസെൻറ്റേജ് ഇടാം? മൊത്തത്തിൽ 4000 രൂപയല്ലേ, അതിനെ 2 പാർട്ടാക്കിയല്ലേ നമ്മളിവിടെ വെക്കുന്നത്. അപ്പം 4000-ൽ 144 ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100-ൽ എത്ര കിട്ടും? ഇതല്ലേ പെർസെൻറ്റേജ് പ്രോഫിറ്റ്, പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അല്ല ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം ഇതല്ലേ ടോട്ടൽ ഇൻട്രസ്റ്റ്. സംശയമില്ലല്ലോ. കാര്യം 4000 ഇങ്ങനെ വരച്ചെഴുതിയാലും മതി കേട്ടോ. 4000-ൽ 144 ആണെങ്കിൽ 100-ൽ എത്ര കിട്ടും? ഇതാണ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും. ചെയ്തു നോക്കേ. 36 അല്ലേ? 36 ബാക്കി 144/4 36, 2 0 ഇവിടെ പോയി 3.6 എന്ന് വരും. ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 36/10 3.6. ഓക്കെ, സോ മീൻസ് ഫൈനൽ ഇൻട്രസ്റ്റ് റേറ്റ്, കമ്പൈൻ ചെയ്ത ഫൈനൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 3.6% അല്ലേ? ആണ്. സബ്സ്ട്രാക്ട് ചെയ്തേ 0.6, സബ്സ്ട്രാക്ട് ചെയ്തേ 5 - 1.4, 14:6 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? റേഷ്യോ ആണ്. സോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 14:6 എന്ന് പറഞ്ഞാൽ 7:2 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് 7:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ? 7:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. സോ 7:3 റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ടോട്ടൽ 4000 അല്ലേ? അപ്പം 7 - 3 10 അല്ലേ ടോട്ടൽ? 10ന്റെ വാല്യൂ 4000 ആണ്. 10ന്റെ വാല്യൂ 4000, 1ന്റെ വാല്യൂ 400, 1ന്റെ വാല്യൂ 400, 1ന്റെ വാല്യൂ 400 ആണെങ്കിൽ 7ന്റെ വാല്യൂ 7 × 400 2800. നമുക്ക് ഓരോ പാർട്ടും കണ്ടുപിടിക്കണേ. 10ന്റെ വാല്യൂ 4000 എന്ന് തന്നിട്ടുണ്ട്. 1ന്റെ വാല്യൂ 400 ആണെങ്കിൽ 7ന്റെ വാല്യൂ 2800, 7 × 400. 3ന്റെ വാല്യൂ 3 × 400 1200. അപ്പോൾ 2 സ്പ്ലിറ്റ് ആയുണ്ടോ? 2800 1200 ആണെങ്കിൽ ടോട്ടൽ 4000 ആയിരുന്നു. ഓക്കെ, സോ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴാണോ അലിഗേഷൻ ചെയ്യുന്നത് ഒറ്റ ക്വാണ്ടിറ്റിയുടെ പുറത്ത് ചെയ്യാവൂ. പെർസെൻറ്റേജ് ആണെങ്കിൽ മൂന്നും പെർസെൻറ്റേജ് ആയിരിക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ 3ഉം പ്രോഫിറ്റ് ആയിരിക്കണം. അല്ലാതെ ഒന്ന് പെർസെൻറ്റേജിലും ഒന്ന് റുപ്പീസിലും ഇട്ടൊന്നും അലിഗേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അടുത്ത് നോക്കേ, ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നിങ്ങൾ സ്പീഡിലാണ് അലിഗേഷൻ ചെയ്യുന്നതെങ്കിൽ ടൈം റേഷ്യോ കിട്ടും. ഡിസ്റ്റൻസിലാണ് അലിഗേഷൻ ചെയ്യുന്നതെങ്കിലും ടൈം റേഷ്യോ കിട്ടും. ഇത് ഓർത്തിരിക്കുക. ഇനി ടൈമിൽ നമുക്ക് അലിഗേഷൻ ചെയ്യാം കേട്ടോ. ടൈമിൽ അലിഗേഷൻ ചെയ്യുന്നത് ചില കണ്ടീഷൻസ് ബേസ്ഡ് ആണ്. ടൈമിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി സ്പീഡ് റേഷ്യോ വരും, പക്ഷേ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈം ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ചോദിക്കുന്ന ടൈപ്പ് അലിഗേഷൻ ക്വസ്റ്റ്യൻസ് അങ്ങ് കവർ ചെയ്യാം. സ്പീഡിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ ടൈം കിട്ടും, ഡിസ്റ്റൻസിൽ അലിഗേഷൻ ചെയ്യുമ്പോൾ ടൈം കിട്ടും. ഇത് ഓർത്തിരിക്കുക. ഇതിന്റെ റീസൺ ഒക്കെ നമ്മൾ അന്നേരം പഠിക്കും. അപ്പോൾ ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. അഥവാ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ അലിഗേഷൻ ബേസ്ഡ് ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈം ചാപ്റ്ററിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ റിസൾട്ടന്റ് ടൈം ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. A person covers 800 km partly at a speed of 50 km/h and partly at a speed of 150 km/h. അതായത് ഒരു 800 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തേ. 800 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആദ്യത്തെ സ്പീഡ് 50 ആണ്, രണ്ടാമത്തെ സ്പീഡ് 150 ആണ്. കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ സ്പീഡ്, റിസൾട്ടന്റ് സ്പീഡ് അറിയാവോ? അറിയാം. എത്ര? 800 അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ സ്പീഡ്. 800/10 80. ഓക്കെ, അപ്പം ഇയാൾ ആദ്യത്തെ ഒരു സെക്ഷൻ 50 km/h കവർ ചെയ്തു. രണ്ടാമത്തെ ഒരു സെക്ഷൻ 150 km/h കവർ ചെയ്തു. മൊത്തത്തിൽ 800 കിലോമീറ്റർ 10 മണിക്കൂറിൽ കവർ ചെയ്തു. അതായത് മൊത്തത്തിലുള്ള സ്പീഡ് 800/10 ആണ്, 80 ആണ്. അപ്പൊ ഇവിടെ റിസൾട്ടന്റ് 80 എന്ന് വന്നു. 50 - 80 30, 150 70 എന്ന് വന്നു. അപ്പൊ 7:3 റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്തേ പറ്റൂ. 7:3 റേഷ്യോയിൽ മിക്സ് ചെയ്തേ പറ്റൂ. ദാറ്റ് മീൻസ് ടൈം റേഷ്യോ അല്ലേ ഇത്? നമ്മൾ പഠിച്ചായിരുന്നു, സ്പീഡിനെയോ ഡിസ്റ്റൻസിനെയോ അലിഗേറ്റ് ചെയ്താൽ ടൈം റേഷ്യോ ആണ് വരുന്നത്. ടൈം വെച്ചിട്ട് അലിഗേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് കാൽക്കുലേറ്റീവ് ആണ്. അത് നമ്മൾ ഗ്രൂപ്പ് ഡിയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഡിസ്റ്റൻസും സ്പീഡും വെച്ച് അലിഗേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 7:3 ടൈം റേഷ്യോ അല്ലേ? ഇത് ടൈം റേഷ്യോ ആണ്. അപ്പം 7 മൊത്തത്തിൽ ടൈം എത്ര? 10 അല്ലേ? ഇവിടെയും 10 തന്നെയാണല്ലോ തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ആദ്യം എടുത്ത സമയം 7 മണിക്കൂറും രണ്ടാമത് എടുത്ത സമയം 3 മണിക്കൂറും ആണെങ്കിലല്ലേ ടോട്ടൽ 10 മണിക്കൂർ ആവും. അപ്പൊ ഇയാൾ ആദ്യം 7 മണിക്കൂർ എടുത്തിട്ടുണ്ട്, പിന്നെ 3 മണിക്കൂർ എടുത്തിട്ടുണ്ട്.
ഡിസ്റ്റൻസ് ഈ കവേർഡ് ഈ ഇതിലല്ലേ ചോദിക്കുന്നത്, 150 km/h കവർ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഇത് 150 km/h സ്പീഡ്, ഇത് അതിനെടുത്ത സമയം. 150 × 3 450 അല്ലേ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ നോക്കേ, 50 × 7 350 വരും. അപ്പൊ 350 km ആദ്യത്തെ സെക്ഷനിൽ അയാൾ കവർ ചെയ്തു, 450 km രണ്ടാമത്തെ സെക്ഷനിൽ കവർ ചെയ്തു, 350 450 കൂടെ 800 km കവർ ചെയ്തു. ഇപ്പൊ എത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് നമുക്കറിയാം സ്പീഡാണ്, ഇത് ടൈമാണ്. 150 × 3 ആൻസർ 450. ഇപ്പൊ സെക്കൻഡ് സെക്ഷനിൽ എത്ര ടൈം എടുത്തെന്നാണ് ചോദിക്കുന്നത്, 450 km. ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ നോർമൽ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതിന് ഏറ്റവും ബെസ്റ്റ് അലിഗേഷൻ തന്നെയാണ്. അലിഗേഷൻ വെച്ച് നമുക്ക് എന്ത് പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് നോക്കേ. നോർമൽ സൊല്യൂഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഇന്ന് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മോട്ടീവ് എന്താണ്, അലിഗേഷൻ വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് നമുക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. നോക്കേ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തേ. എ മാൻ ട്രാവൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 99 km in 9 hours. എപ്പോഴാണോ രണ്ട് ക്വാണ്ടിറ്റീസ് മിക്സ് ആവുന്നത് അന്നേരം അലിഗേഷൻ. രണ്ട് ക്വാണ്ടിറ്റീസ് മിക്സ് ആവുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ അയാൾ 9 km/h ട്രാവൽ ചെയ്യുകയാണെ, രണ്ടാമത്തേതിൽ 18 km/h ട്രാവൽ ചെയ്തു. റിസൾട്ടന്റ് സ്പീഡ് നമുക്കറിയാം, അറിയാം എത്ര, മൊത്തത്തിൽ 99 km 9 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുക. അപ്പൊ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിട്ടത്തില്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ഈ സ്പീഡ്. 99/9 11 സ്പീഡ്. അപ്പം ആദ്യത്തേത് 9, രണ്ടാമത്തെ 18, റിസൾട്ടന്റ് 11, കുറച്ചാൽ 2, കുറച്ചാൽ 7. 18 - 11 7. അപ്പൊ ഏത് റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണം? 7:2 റേഷ്യോയിൽ മിക്സ് ചെയ്യണ്ടേ വേണം. ഇതെന്താ? ടൈം റേഷ്യോ. കാര്യം സ്പീഡിനെ അലിഗേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സ്പീഡിനെ അലിഗേറ്റ് ചെയ്താൽ ടൈം റേഷ്യോ കിട്ടത്തില്ലേ. അപ്പൊ 7:2 റേഷ്യോയിൽ ഇതിനെ മിക്സ് ചെയ്യണം. ഇനി എന്താ നമ്മളത് ചോദിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫുട്ട് അല്ലേ. അപ്പൊ ടോട്ടൽ ടൈം ഇതിനകത്ത് തന്നിട്ടുണ്ടല്ലോ 9. ഇവിടെയും ടോട്ടൽ ടൈം 9 തന്നെ ആണല്ലോ. 7 + 2 9, 7 + 2 9. സോ ഇവിടെ 9 തന്നിട്ടുണ്ട്, ഇവിടെ 9 തന്നെയാണ് ടോട്ടൽ ടൈം. ദാറ്റ് മീൻസ് അയാൾ ആദ്യത്തെ എടുക്കുന്നത് 7 മണിക്കൂറാണ്. ആദ്യത്തെ സെക്ഷനിൽ അയാൾ എടുക്കുന്ന സമയം 7 മണിക്കൂർ, രണ്ടാമത്തെ സെക്ഷനിൽ എടുക്കുന്ന സമയം 2 മണിക്കൂർ. വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫൂട്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അയാൾ ഫൂട്ട് ആണ്, രണ്ടാമത്തെ ബൈസിക്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഫൂട്ടിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫൂട്ടിൻ്റെ 9 × 7, ഇത് സ്പീഡ് 9 km/h സ്പീഡും 7 മണിക്കൂറിൽ കവർ ചെയ്യുന്നു. 9 × 7 63 km ആണ് എന്തിൽ കവർ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫൂട്ടിൽ കവർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ഒരു ഷുവറാണ് 10 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഡൗട്ടൊന്നുമില്ല. 10 അതിൽ കൺഫ്യൂഷനേ ഇല്ല. ഒരു സബ്സ്ട്രാക്ഷനും ഒരു മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് ബാക്കി. ഒരു സബ്സ്ട്രാക്ഷൻ ചെയ്യണം, അതിനുശേഷം 9 × 7 63 എന്ന് മാത്രം എഴുതണം. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ നോക്കിയാൽ വേറെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അലിഗേഷന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് ക്വാണ്ടിറ്റീസ് എവിടെയൊക്കെ മിക്സ് ആവുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്തെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അലിഗേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, 41 രൂപ 50 പേർക്ക് ഡിവൈഡ് ചെയ്തു. ബോയ്ക്ക് 90 പൈസ കിട്ടി. 90 പൈസ ബോയ്ക്ക് കിട്ടി. ഗേളിന് 65 പൈസ കിട്ടി. 2 പേർക്ക് കൂടെ ആവറേജ് എത്ര കിട്ടി? 41 രൂപ 50 പേർക്കല്ലേ ഡിവൈഡ് ചെയ്തേ. അപ്പം 41/50 ചെയ്യണ്ടേ? 50 ചെയ്യണം, പക്ഷെ ഇത് റുപ്പീസിലാണ്. 41 രൂപ 50 പേർക്ക് ഡിവൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പൈസയിലല്ലേ നോക്കേ. 90 65 പൈസയിലാണ്. അപ്പൊ ഇത് 82 പൈസ വന്നില്ലേ? 82 പൈസ. ഓക്കെ, റിസൾട്ടന്റ് 82 പൈസയാണേ. കാര്യം ആദ്യത്തെ ബോയ്സിന് 90 പൈസ വെച്ച് കൊടുത്തു, ഗേൾസിന് 65 പൈസ വെച്ച് കൊടുത്തു. ഓൺ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ടന്റ് നമുക്ക് കിട്ടുന്നത് ഒരാൾക്ക് 82 പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനൊന്ന് സബ്സ്ട്രാക്ട് ചെയ്തേ 12 കിട്ടി. സോറി 8 കിട്ടി. ഇതിനൊന്ന് സബ്സ്ട്രാക്ട് ചെയ്തേ 70ഉം 12, അതായത് 12ഉം സോറി ഇത് 70 അല്ലേ. 70 12ഉം 5ഉം 17. 17:8 റേഷ്യോയിലല്ലേ കട്ടാവുന്നത്? 17:8 റേഷ്യോയിലാണ് കട്ടാവുന്നത്. മൊത്തത്തിൽ എത്ര പേരുണ്ടെന്ന് നോക്കി. 25. ഇവിടെ 25. 25ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന 50 എന്നല്ലേ. 50 പേരുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് സ്റ്റുഡൻസ് കിട്ടി. അപ്പോൾ 1ന്റെ വാല്യൂ 2 അല്ലേ. 1ന്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മുടെ ചോദിക്കുന്ന ബോയ്സ് ആണ്. ബോയ്സിൽ നമ്മൾ ആദ്യമേ എഴുതാണ് ബോയ്സ്. 90 പൈസ ബോയ്സ്, ഗേൾസ് ഇതാണ്. അപ്പോൾ 8 × 2 അല്ലേ. 1ന്റെ വാല്യൂ 2, 25ന്റെ വാല്യൂ 50 ആണ്. 1ന്റെ വാല്യൂ 2, 8ന്റെ വാല്യൂ 16, ഗേൾസ് 16, 17ന്റെ വാല്യൂ 34, ബോയ്സ് 34 എന്ന് വരും. സോ ആൻസർ എന്ത് വരും? 34.
ഈ ക്വസ്റ്റ്യനൊന്നും നോർമൽ സൊല്യൂഷൻ നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാം നമ്മൾ എന്ത് വെച്ചാണ് ചെയ്തത്? അലിഗേഷൻ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനി കുറച്ച് ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ ഗ്രൂപ്പ് ഡി എക്സാമിന്. അതിന് മുന്നേ നമുക്ക് മാക്സിമം കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത്, പഴയ വീഡിയോസ് നിങ്ങൾ കാണുക, കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേറെ ക്വസ്റ്റ്യൻ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.